ഹായ് ഓൾ, അപ്പം ഇന്ന് നമുക്ക് നമ്മുടെ പയർ ഉലത്തിയ തോരനാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഉള്ളി, വെളുത്തുള്ളി, തേങ്ങ, നല്ല ജീരകം, അതുപോലെ തന്നെ നമ്മുടെ പച്ചമുളക് ചേർത്തിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് പേസ്റ്റ് റെഡിയാക്കണം. എന്നിട്ടൊരു ചട്ടി വെച്ചിട്ട് അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കതിനുള്ള താളിപ്പ് റെഡിയാക്കണം. അപ്പോൾ ഞാൻ ആദ്യം മീൻകറി സൈഡിൽ തിളപ്പിക്കുന്നുണ്ട്. അപ്പോൾ മീൻകറി റെഡിയാകുമ്പോൾ അതിലേക്കുള്ള താളിപ്പാട്ടോ ആദ്യം റെഡിയാക്കി, എന്നിട്ട് പിന്നെ ചീനച്ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മുടെ പയർ മുളപ്പിച്ചതിൻ്റെ തോരനുണ്ടാക്കാനുള്ള താളിപ്പാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് വറ്റൽമുളകും വേപ്പിലിട്ടിട്ട് നമ്മൾ മുളപ്പിച്ച് വെച്ച പയർ ആഡ് ചെയ്യുക. അപ്പോൾ അത് കുറച്ചൊന്ന് ജസ്റ്റ് അതിൽ വെള്ളം ഉണ്ടെങ്കിൽ ആ ലെഫ്റ്റ് ഓവർ ഒന്ന് പറ്റാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സിമ്മിലിട്ടിട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ അത് വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് ആ പേസ്റ്റ് നമ്മൾ റെഡിയാക്കി വെച്ച പേസ്റ്റ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റും നല്ലോണം മിക്സ് ചെയ്ത് അത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് ഒന്ന് ഓക്കെ. അപ്പം ഞാനിവിടെ കക്കറച്ചി ഫ്രൈ ആക്കുന്നുണ്ട് കേട്ടോ കൂടെ. ഓക്കെ, അങ്ങനെ ഫ്രൈ ആയി വന്നാൽ നമ്മുടെ കക്കറച്ചി ഫ്രൈ ആക്കിയതും അതേപോലെ തന്നെ നമ്മുടെ പയർ ഉലത്തിയ തോരനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് മീൻകറിയും കക്കറച്ചി ഫ്രൈയും പയർ ഉലത്തിയതും പിന്നെ കുറച്ച് സാലഡ്, ഫ്രൂട്ട്സ് ആൻഡ് സാലഡ്സ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.